ഗതികേടാന്നറിയാവോ ഈ ആരും വന്ന് എടുത്തോണ്ടും പോത്തില്ല. നിനക്കിപ്പോ വേറെ അലഞ്ചൊന്നും വരുന്നില്ല. നീ ഇടയ്ക്ക് വെച്ച് വേറെ പന്നിത്തോട്ടോ മറ്റേ കുറെ കച്ചവടമൊക്കെ ആയിട്ട് നടന്നിട്ടല്ലേ. പന്നിത്തോട്ടം അവന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് എന്റെ പുറകെ നടക്കുന്നത്, അല്ലാതെ അവന് വേണ്ടിയിട്ടല്ല. അവന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിട്ട് നിന്റെ പുറകെ നടക്കുന്നത് നീ. അവന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ എന്റെ കൂടെ വരണമെന്ന്. എന്തിനു നാണമില്ലാത്തവനാണ് അവൻ. എന്നാലും അതിലൊരു ഇതുണ്ടല്ലോ, അവൻ നല്ലോണം നോക്കൂലേ. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, ആത്മാർത്ഥതയുണ്ട് കേട്ടോ അവന്. അവൻ ഇന്ന് വരെ കാല് മാറിയിട്ടില്ല. 2 മാസം എന്നെ കാണാതിരുന്നപ്പോഴത്തേന് 4 പെണ്ണുങ്ങളെ സെറ്റാക്കിയ മുതലാണ് ഞാൻ ഉണ്ടാക്കി വെച്ച എന്റെ എനിക്കിപ്പം പുള്ളി ചട്ടി മാറുന്നത് പോലെ മാറാൻ പറ്റുവോ? അങ്ങനെയല്ല അല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് മറക്കണേ. ഇതിപ്പോ പുള്ളി മാറിന പോലെ പറഞ്ഞ എലി ഇപ്പൊ കൊറേ നാളല്ലേ എത്ര എന്താ ബാബു പറയുന്നത്? ഞാൻ കാര്യോട്ടെ ഇനി എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാം. എലി സീരിയസ് ആയിട്ട് വയ്ക്കണം. എല്ലാം ഒന്ന് ആലോചിക്കുക. എനിക്ക് സമയാസമയം ആഹാരം, സമയാസമയം മറ്റേ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ്, സമയാസമയം നല്ലൊരു അച്ഛനെ അമ്മേനെ കാണാം, സമയാസമയം പിന്നെ വാസുവിൻ്റെ അടുത്ത് കിട്ടാതെ പലതും കിട്ടും. സമയാസമയം എങ്കിൽ പോലും ആവശ്യമുള്ള സമയത്ത് കുട്ടികളൊക്കെ ആവും. ഇത്രയും കാര്യങ്ങൾ പോരെ. എനിക്കതൊന്നും അല്ലണ്ട, എനിക്ക് ഈ ആഡംബര ജീവിതമൊന്നും അല്ലണ്ട. എനിക്ക് ഏറ്റവും ആഗ്രഹിച്ച ഡാഡി പോലും ഇല്ല മുഖത്ത്. സത്യം, ഡാഡീനെ വരെ കിട്ടും ഫ്രീ ആയിട്ട് ഒരാളെ. ഓ താടിയാണ്, താടി 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 ഓ ഡാഡി ഏട്ടല്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലേ, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ അല്ല സ്നേഹിക്കുന്നത്, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം. എങ്ങനെ? അപ്പൊ അതാണ് ചോദിച്ചത്. അതിൽ എന്ത് ലോജിക്? ഇപ്പൊ നീ പറഞ്ഞ എന്ത് ലോജിക് ഉണ്ട്? എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിച്ചത്? നമ്മള് നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കണം, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കണമെന്ന്. ഒരു വട്ടോട് പറയാം, നമ്മള് നമ്മളെ സ്നേഹിക്കുന്നവരെ അല്ല സ്നേഹിക്കുന്നത്, നമ്മള് നമ്മള് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം. ഓ അങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കരുതല്ലേ? ഇത് ലോകത്ത് ഒരാള് പോലും പറ അങ്ങനെയല്ല. റിയൽ ആയിട്ടുള്ള ഒരു ലവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫേക്ക് ആയിട്ടുള്ളവരെ കളയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ മൊത്തം എന്റെ മനസ്സിൽ മൊത്തം വാസു എന്ന് പറയുന്ന ആളിനെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ആ പന്നിത്തോട്ടത്തിന്റെ കൂടെ ജീവിക്കും? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എലി ഒന്ന് ആലോചിച്ച് നോക്ക്. എലി വന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു വാസുവിന്റെ റൂമിൽ കയറുമ്പോ വാസു 2 പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്ന് മറിയുന്നു. മറിയുന്നു. ആ അങ്ങനെ മറിയുന്ന കണ്ടിട്ട് പിന്നെ എനിക്ക് ആ മുഖത്ത് നോക്കാൻ പറ്റുമോ? പക്ഷെ കൊറേ നേരം നോക്കിക്കല്ലേ പറയണത്. എന്തൊക്കെയാ പറയുന്നത്? അല്ല ഇത്രയും നേരം നോക്കിയിട്ടാണ് ഇല്ല അവിടെ വെച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. വെച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. നമ്മളപ്പുറത്ത് ജനലിൽ കൂടെ കാണാൻ പറ്റിയില്ല. ഇതിന് CCTV ആവശ്യമൊന്നുമില്ല. ഇല്ല അവിടെ ഒന്നും നടക്കാറില്ല. അവിടെ ഒന്നും നടക്കാറില്ല. നമ്മുടെ ഗ്രാമത്തിൽ പെണ്ണ് കേട്ടില്ലല്ലോ. പെണ്ണിനെ കേട്ടത്തില്ലല്ലോ അവിടെ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞല്ലേ കേട്ടാതിരിക്കത്തോളൂ, അറിയാതെ കേട്ടാ. ഇല്ല അവിടെ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട്. അവിടെ അങ്ങനെ കയറാൻ പറ്റില്ല. ഗേൾസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും കൂടെ എന്നെ കൺവിൻസ് ചെയ്ത് ഒഴിപ്പിക്കുവാണോ? അയ്യോ അല്ല, ഞാൻ എലിയോടുള്ള കൺസേൺ കൊണ്ട് പറഞ്ഞതാണ്. ഇന്നത്തെ ലാസ്റ്റ് ബാണിംഗ് ഡേ. ഇനി ബാണിംഗ് ഇല്ല, ഇനി കൂടെ നിൽക്കുവാണ്. ബാക്കി എന്ത് വന്നാലും എലി അനുഭവിച്ചോളണം. ഓ ഞാൻ അനുഭവിച്ചോളാം. എന്റെ പൊന്നു പാപ്പ, ഞാൻ ഈ സിറ്റി വന്നിട്ട് എന്തോരം ആളുകളുണ്ടായിരുന്നു. എന്റെ പുറയിൽ നടന്നവരുടെ കണക്കല്ല ഞാൻ പറയുന്നത്. എന്തോരം ഒന്ന് ആലോചിക്കും, സുന്ദരനായ ആൺകുട്ടികൾ. എനിക്ക് ഞാൻ വീണത് എവിടാണ് ഒന്ന് ആലോചിച്ചു. ചന്ദ്രന്റെ ഹൃദയത്തിന്റെ തുളയിൽ സിമ്പതിയുടെ പുറത്ത് ഉണ്ടായ ഞാൻ ഒരു കാര്യം എനിക്ക് വിഷമാവരുത്. ഇല്ല എന്റെ ഐഡിയ ആയിരുന്നു. എന്ത് ചന്ദ്രന്റെ നെഞ്ചിൽ തുളയിട്ടതും താജ്മഹൽ കെട്ടിയതും എല്ലാം എന്റെ ഐഡിയ ആയിരുന്നു. ഇത് ഞാൻ ശരിക്കും ഒരു പെണ്ണിനെ സെറ്റ് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ മുരളിക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എലി അന്ന് നിങ്ങൾ തമ്മിൽ സെറ്റ് ആവാനായിട്ട് എത്ര നാളെടുത്ത? ഏകദേശം ഒരാഴ്ചയല്ല, അതിൽ കൂടുതൽ എടുത്തില്ലേ? അല്ല ഇത്രയും എല്ലാ ഓർമ്മയുള്ള ആളല്ല, ഇത്രയും പ്രേമം എന്നൊക്കെ ഉള്ള ഒരാളെന്ന രീതിയിൽ. അല്ല ഞാൻ പറയണോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചന്ദ്രന്റെ ഹൃദയത്തിലെ തുള വീഴുന്നതിന് മുമ്പേ പുള്ളിയെ ഞാൻ അണ്ണനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അന്ന് എനിക്ക് പുള്ളിയെടുത്തൊന്നും തോന്നിയില്ല. പക്ഷെ 2ാമത് കൊണ്ടപ്പോഴത്തേനും മറ്റേ പുള്ളി സ്ഥിരം നമ്പർ ഒലിപ്പീര്
ജരക്കനെ ഇല്ലാതെ കണ്ടപ്പോ ഒലിപ്പേര് എലിവാവേ എന്നൊക്കെ വിളിച്ച് തുടങ്ങി. അപ്പോഴത്തേനും എന്നെ ഇന്നേ വരെ എലിവാവേന്ന് ഒരു മനുഷ്യൻ വിളിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോ ഒരാള് വന്നിന്ന് എലിവാവേ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ ബാബു ഇത് മറ്റു ട്രാക്ക് തന്നെ കേട്ടാ. പക്ഷെ താര പറഞ്ഞ എന്തിനാണ് എന്റെ അടുത്ത് ഇതുപോലെ ഒരാള് ഒരു വിഷമം എന്റെ വിഷമം ചോദിച്ചിട്ടില്ല. ഇത് സെയിം ട്രാക്ക് തന്നെ. ഈ പടഞ്ചിന് ഐഡി ഇപ്പോഴും വർക്കാവൂല്ലേ? ഞാനിനിപ്പോ അയ്യോ ഇതോ വന്നു കേട്ടാ മറ്റേ ഊമ്പലെത്തി. ചന്ദ്ര നാറിയുണ്ടല്ലോ ആ നാറി ആ താര വിളിക്കുമ്പോ പണതാരേ പണതാരേ എന്നും പറഞ്ഞ് അവിടെ പടതാരേ പടി തരയല്ലേ നിനക്ക്. അവൻ ഇങ്ങോട്ട് വന്നിട്ട് താര വിളിക്കട്ടെ പറതാരെ അവന്റെ പറതാരെ അലീനയുടെ കയ്യിൽ ഞാൻ കൊടുക്കണ്ട അവന്റെ പറതാരെ. അല്ല അലീന സത്യം പറയല, അലീന ഒരു മൊണ്ണയുള്ള കാര്യം പറഞ്ഞല്ലേ അലി. അവള് സിറ്റിയിലും വരത്തില്ല, ഒരു കാര്യവും ചെയ്യത്തില്ല. ഇങ്ങനെ മറ്റേ ബാക്കിയുള്ള മറ്റേ കണ്ട കൊച്ചുങ്ങളെ മറ്റേ ഇതുമായി നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഗുണവും ഇല്ല. ഇങ്ങനെ കിടന്നിട്ട് പിന്നെ കെട്ടിയവന്റെ കാര്യം നോക്കാത്തവരെ പിന്നെ എന്ത് ചെയ്യാൻ? എന്നെ പറയരുത് കൊള്ളുന്നുണ്ടോ അവിടെ ഇവിടെ എനിക്കും കൂടെ എലി മാത്രം ഇനി നിക്കുന്നതാണ് നമുക്കൊരു ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നമ്മളിത് എങ്ങനെയാണ് മുരളി പറഞ്ഞ കൺവിൻസ് ഞാൻ പറഞ്ഞല്ല പുള്ളിക്കാരി കേട്ടാ. എല്ലാം കേട്ടിട്ടുണ്ട്. എടാ 7226 നീ ഇങ്ങോട്ടോ. അതിന് നീ പറഞ്ഞ ഭാഷ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങൾ. ഞാനൊരു പാട്ട് പാടട്ടെ. ഈ പാട്ടാണ് ഞാൻ പുള്ളിക്ക് വേണ്ടി പാടാൻ ഉദ്ദേശിക്കുന്നത്. വേറെ പെണ്ണുങ്ങളൊന്നും വേണ്ട. ഇത് ഫസ്റ്റ് ലൈൻ. രണ്ടാമത്തെ ലൈൻ വേറെ രണ്ടാമത്തെ ലൈൻ എഴുതിയിട്ട് പറഞ്ഞു. ഒരു ദിവസമായിട്ട് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ജീവിതം. ഇനി പെണ്ണുങ്ങളൊന്നും വേണ്ട. കെട്ടിപ്പിടിക്കാൻ ഒരു തീം വേണ്ട. അല്ല കെട്ടിപ്പിടിക്കാൻ ഒരു തീം വേണ്ട. അല്ലല്ല വേറെ പെണ്ണ് പിടി കേസൊന്നും വേണ്ട. സ്നേഹം തരാൻ സിറ്റിയിൽ എന്നും ഞാനുണ്ടല്ലോ. സത്യം റൊമാൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ എന്റെ വായന മറ്റേ തുപ്പല് കണ്ട ഒലിച്ചിറങ്ങി. ഇനി പെണ്ണുങ്ങളൊന്നും വേണ്ട, പെണ്ണു പിടി കേസൊന്നും വേണ്ട, ഇനി സ്നേഹം തരാൻ ഞാനൊന്നും സിറ്റിയിലുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല, ഏകദേശം ലൈൻ കറക്റ്റായിട്ട് പോകണ്ടല്ലോടാ. വേണ്ട ഇനി പെണ്ണ് കേസൊന്നും വേണ്ട, ഇനി സിറ്റിയിൽ നിന്നും സ്നേഹം തരാൻ ഞാനുണ്ടല്ലോ. അതന്നല്ലേ ഞാൻ പാടിയത്. അവള് സ്നേഹം തരാൻ സിറ്റിയിൽ നിന്നും ഞാനുണ്ടല്ലോ, അങ്ങനെ തന്നെ അവള് പാടിയത്. ആ ലൈനകത്ത് കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്താൽ എന്നും എന്റെ വാസുവണ്ണ പറയടേ. എടാ നമ്മളെ ഒരു പാട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വാസുവിന് വേണ്ടിട്ട് പാടാനായിട്ട്. എലി പാട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, കേട്ടോ. വിരോഹമല്ല, ഇത് ഇഷ്ടം കൊണ്ട് ആള്. അല്ലല്ല അതൊന്നുമല്ല ഞാൻ പാടിയത് എങ്ങനെയുണ്ട്? അത് കൊള്ളാം. നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് ഓടിക്കും.
അണ്ണാ എനിക്ക് പെണ്ണില്ല. അപ്പൊ പാടണ്ട. പെണ്ണില്ല. പെണ്ണുള്ളവർക്ക് പാടുന്ന കാര്യം. ഇത് കുറച്ച് സെന്റിമെന്റൽ ലവ് സ്റ്റോറി ആണ്. അപ്പൊ നമ്മൾ അവിടെ കയറി അയ്യോ അണ്ണ അണ്ണ അപ്പൊ അണ്ണ അണ്ണ വാസുണ്ണാ feeling. മോളെ നീനെ കേക്കാടാ എവിടാ ഇനി എന്തോ വേണം? റൊമാൻസ് കണ്ടിട്ട് എത്ര നാളായി ചന്ദ്രയോ? ആവണിയുടെ റൊമാൻസ് കഴിഞ്ഞോടാ. അണ്ണാ കേട്ടിട്ട് വന്നണ്ണാ വന്ന് ചന്ദ്ര ഞാൻ ഈ പാട്ട് പാടാൻ പോവാണേ. നീ കേട്ടിട്ട് ഇനി പെണ്ണുങ്ങളൊന്നും വേണ്ട, പെണ്ണു പിടിക്കേസൊന്നും വേണ്ട, സിറ്റിയിൽ നിന്നും സ്നേഹം തരാ ഞാനുണ്ടല്ലോ. എങ്ങനെട്ട് എന്റെ വാസു അണ്ണ അതല്ലേ ഞാൻ പറഞ്ഞില്ല. കൂടെ ഞാനിരിക്കാം. എന്തിന് എന്തിനെന്താ ഇത്ര പാടിട്ട് എന്തിനെന്താ നീ എലിയോടെ തിരിഞ്ഞ് അവൻ കൂടെ പാടിത്തരല്ലേ. സത്യത്തില് നമ്മളീ ഇത് പാടുന്നെങ്കിലും കൊള്ളാം, ഇത് നമുക്ക് കൊള്ളാം, സംഭവം കൊള്ളാം. ഇത് ഇത് എന്തായാലും നീ പാടണം കേട്ടോ. ആള് വരുമ്പോ ആളിത് ചിലപ്പോ ഒന്ന് മറിഞ്ഞു വീണെന്ന് മറിഞ്ഞു വീഴാൻ ഒരു ചാൻസ് ഉണ്ട്. അതിന് ചിലപ്പോ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോ വരെ കേറി kiss അടിക്കാൻ chance ഉണ്ട്. അത്രയ്ക്ക് romantic ആയിട്ടുണ്ട്. ഓ എനിക്ക് അത്രയൊന്നും പെട്ടെന്ന് ചിലപ്പോ നോക്കിയാണ് നീ ആലോചിക്കുകയാണ്, നീ ഈ പാട്ട് പാടി കഴിയുമ്പോ പെട്ടെന്ന് ആൾക്ക് അങ്ങ് ഇമോഷണൽ ആയിട്ട് ആള് നിന്നെ കയറി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഉയ്യോ. ആ ഒരു ഇമോഷണല് അണ്ണാ ഞാനുണ്ടല്ല, ഞാൻ അവിടെ വീഴും. എടാ നിന്റെ ചെറുക്കനുണ്ടല്ലോ നിന്നെ പോലാ. ഇത് എന്തൊരു ചെറുക്കനാ. എന്തുവാ മോനെ എന്തുവാടാ ഉങ്ക അപ്പ ഇങ്ങ് വന്നിട്ട് ചന്ദ്ര വിടുങ്ക. ഈ വള്ളിച്ചെറുക്കനെ കൊണ്ട് സമാധാനം പൈസ കൊടുക്കാൻ ഇറക്കണം പട്ടി. ഇപ്പൊ മറ്റേ അവന്റെ പ്രേമത്തിന് ഫെറ്റാക്കി കൊടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ അടക്കേണ്ട അവസ്ഥയാണ് ചെറുക്കന്. ചന്ദ്രു ആ പൈസ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക്. ബാബു ഞാൻ വാപ്പുട്ടി നേരിട്ടെടുക്കോ. ഏത് വാവക്കുട്ടിയെ പോടാ. നീ ഒന്ന് ഞാൻ കമ്പനി ആയത്. ഞാൻ ചന്ദ്രന്റെ കിட்ட சொல்லிடுவே. മറന്നല്ലടാ. ഇതൊന്നും എങ്ങനെ ഒഴിവാക്കടാ, ഇതൊന്നും ഒഴിവാക്കി രക്ഷപ്പെടുത്ത് നമ്മൾ അതിന്ന്. താല്പര്യമേ ഇല്ല, നല്ല പൈനാണ് താല്പര്യമേ ഇല്ല നമുക്ക് ഇതിന്റെ അകത്ത്. പാട്ടി പറയുന്ന പോലെ തന്തയില്ലാത്തന്നെ പറഞ്ഞേ. അറിയാൻ വയ്യാത്ത എങ്ങനെ ഇവിടെ വന്നു? ഇവിടെ എങ്ങനെ എത്തി ഇവള്? ഇവിടെ എങ്ങനെ ഇവിടെ എത്തി? ചന്ദ്ര നിന്നെ വിളിച്ചാ? എന്നെ വിളിച്ചല്ലേ? ഇല്ലെങ്കിൽ ഞാൻ മെറ്റേന്ന് പറഞ്ഞ കളിയാക്കിയത്. മെറ്റേന്ന് പറഞ്ഞ വിളിച്ചെന്ന് പറഞ്ഞു. നമുക്ക് നമ്മളെ എവിടെയും വെച്ചോട്ടെ. നിനക്ക് പോലെ ഒന്നും ഇല്ലാത്ത പോലെ ഇല്ലല്ലേ, ഒന്നുമില്ല. നോക്കുക കാണുമ്പോഴത്തേക്ക് കണ്ട ഇവരുടെ പ്രായം തമ്മിൽ തമ്മിൽ തല്ലുണ്ടാക്കുക കണ്ട നോക്കണ്ട. ഇങ്ങോട്ടും തൊടുന്നുണ്ടല്ലോ ഓ അടിക്കാൻ. അതോടല്ലേ ഇവള് ചന്തി ഇത്ര വലുതായിട്ടിരിക്കുന്നത്. എന്ത് സംസാരം അല്ല സൈഡ് പോസ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതെന്താന്നറിയോ ഇതിന്റെ പിന്നിലെ കഥ എന്താണെന്നറിയാവോ? ഈ വലിയ ചന്തിയുള്ളവർക്കൊക്കെ പ്രേമം കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. അയ്യോ ഇല്ല, അലീനെ ചന്തിയുടെ രഹസ്യം കണ്ടുപിടിച്ചേട്ടാ. എലി പറഞ്ഞല്ല, അലീനക്ക് ചന്തിയിലടപ്പ സ്നേഹം, അതുകൊണ്ട് ചന്തി വലുതായിരുന്നു. കണ്ട ചന്തിയില് ലവ്, അല്ല ചന്തിയില് ലവ് സിമ്പിൾ ഉള്ളതുകൊണ്ട്. അത് ചന്ദ്രനോടുള്ള സ്നേഹം കാരണം ചന്തിയിൽ വെച്ചേക്കുക ആണല്ലേ? ഓ അങ്ങനെയാണല്ലേ. അപ്പൊ വാസുവിന്റെ ഉള്ള സ്നേഹം എലി എവിടേക്കും? അയ്യോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ബാബു ബാബു കൊണ്ടുപോയാ? അതല്ല ഇത് മറ്റേ വെളിയിൽ ഒരാളെ കാല് വൈകിട്ട് പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, അത് കൂടുതൽ പ്രശ്നമായി. ആണോ? പ്രശ്നമുള്ള ഞാൻ പോയിട്ട് വരാം. ബാബു അപ്പൊ നീ ഇല്ലല്ലേ? ഞാൻ ഇല്ലേന്ന് വെച്ച് ഇല്ല 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 കുടുംബം തന്നെയാണ് വരുന്നത്. ബാബു പോയിട്ടോ പോയിട്ടോ പോയിട്ടോ. അലീന എന്തിനാണ് വെട്ടുകത്തിയൊക്കെ ആയിട്ട് സിറ്റിയില്? എനിക്കത് പറയല്ല അലീനെ. നീ എങ്ങനെ ഇവിടെ എത്തിയത്? എലി എലി പറയാ എലി കള്ളം പറഞ്ഞില്ല. എലി പറഞ്ഞില്ലെന്നാണല്ലോ ഇത്തിരി മുന്നേ അടുത്ത് ചോദിച്ചു പറഞ്ഞ. അടിയാ അടിയാ
അടിയായ അടി ഉണ്ടാക്കി തിരക്കാം നമ്മളല്ലെങ്കിൽ വണ്ടിയുടെ രഞ്ജിത്രയായിട്ട് ഇനി വീണ്ടും പള്ളിയാടെ എന്തിനാ ഇത് ഇപ്പൊ കഴിഞ്ഞല്ലോ പറഞ്ഞോ ഒരാഴ്ച മുമ്പ് ആ ഈ ചന്ദ്രൻ നിങ്ങളടുത്തും ഇങ്ങനെ തന്നെയാണോ ഇങ്ങനെ വെകളി പിടിച്ചത് നോക്കൂ അതെ അതെ അത് അവന്റെ ലൈഫ് അവന്റെ ക്യാരക്ടർ അങ്ങനെയാണ് മനസ്സിലായില്ലേ അണ്ണാ എടി എടാ ചന്ദ്ര നിന്നാണ് ചന്ദ്ര ഒന്നും ഇല്ലളിയാ ചന്ദ്ര ഒന്നും ഇല്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഞാനൊരു പരിപാടി ചെയ്യുന്നുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് എന്ത് എന്ത് എന്താ നല്ല കടയിലൊക്കെ പോയി തിന്നിട്ട് ആ ഓ അതെ 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 മറ്റേ സൂപ്പർ ബാത്റൂമിൽ പോണോ അയ്യോ അല്ല മനസ്സിലായില്ലേ ഇപ്പൊ ആള് പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നിനക്ക് അറിഞ്ഞൂടെ മറ്റേ വിളിക്കാത്ത കടയൊക്കെ നിന്നിട്ട് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന അങ്ങനെ പരിപാടി പറയല്ലേ സർക്കണ്ണ അങ്ങനെ പറയല്ലേ സർക്കണ്ണ അങ്ങനെ ഓ പറയല്ലേ അങ്ങനെ പറയും എന്നെ വിളിച്ചിട്ടുണ്ട് അടുത്ത് ആണല്ലേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ പറയുന്നതെന്ന് അറിയാമോ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഫുഡ് അങ്ങനൊന്നും ഇല്ല ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ആണല്ലേ അങ്ങനെ ആത്മാർത്ഥത ഒരുപാട് ആത്മാർത്ഥതയോടെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും അല്ല അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ഇപ്പൊ ഒരിടം വരെ പോണം അപ്പൊ നമ്മുടെ മറ്റേ പ്ലാൻ ഞാൻ അടുത്ത ദിവസം വന്നിട്ട് നമുക്ക് സെറ്റ് അത് നമുക്ക് ചെയ്യാം നീ പറഞ്ഞു സെറ്റ് ആക്കാം ഓക്കെ ചന്ദ്ര നീ പോയിട്ട് മാർക്ക് കൊണ്ട് അതിന്റെ റിവ്യൂ ഇട് ആള് ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു മാർക്കോടെ കൂട്ടുകാരന്റെ ഒരു കൈ വെട്ടി അറിഞ്ഞാട്ടോ കണ്ടില്ല കണ്ടിട്ടില്ല കുണ്ണ അടിച്ചു കറക്കുക വേണ്ട ചെറിയ സീൻ വേണ്ട ഞാൻ പോവാണ് എനിക്ക് മനസ്സിൽ എവിടെയും പിടിച്ച് കെട്ടിട്ടെ ഞാൻ പോടാ വൈരത് അല്ലല്ല അങ്ങനല്ല അവള് തെറി വിളിക്കില്ല അവള് നല്ല തറവാട്ടി പറഞ്ഞ ആള് അത് തെണ്ടി എടാ ഞാൻ കാര്യം പറഞ്ഞ തെറി വിളിക്കാത്തത് നിന്നെ തെറി വിളിക്കളിയാ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സെക്കൻഡ് അഹങ്കാരായിരുന്നല്ലോ ചിരിയായിരുന്നല്ലോ എനക്ക് സപ്പോർട്ട് ചെയ്യാനോട് എനക്ക് ഭയങ്കര അഹങ്കാരം പണ്ടത്തെ സപ്പോർട്ട് ചെയ്യല്ലോ പണ്ടൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇപ്പൊ 10 വയസ്സിൽ കൂടല്ലേ 10 വയസ്സൊക്കെ എണ്ട നിക്കോട്ടോടെ വന്നേക്കണ് ചന്ദ്രക്ക് പാവട വെട്ടിക്കൊന്ന് വന്ന് കയറിയതേ ഉള്ളു ചെറുതായിട്ടൊന്നും കൊണ്ടായിട്ടുണ്ട് എവിടാ ചിത്രല്ലേ മുടിഞ്ഞോടാ ആ ജഡത്തിനൊന്ന് പൊക്കെ പാവട കഷ്ടപ്പെട്ട് കയറി വന്നതായിരുന്നു